പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടി ദൈവസ്ഥനിലേക്ക് കടന്നു വരുവാൻ ദൈവത്തിൻ്റെ ആലോചനയെ മതക്കുവാൻ ദൈവമായ കർത്താവ് സഹായിച്ചതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സ്തുതികളിൽ മേൽ ദിവസിക്കുന്ന ദൈവത്തിൻ്റെ കരം ഇപ്പോൾ തന്നെ വ്യാപരിക്കട്ടെ. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയൊരു ശക്തി പങ്കും ഇന്ന് അനുഭവിച്ചറിയുവാൻ അവിടുന്ന് കൃപ നൽകേണ്ടതിനായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരു പ്രാവശ്യം കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. സ്നേഹവന്ദനം അറിയിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വിശുദ്ധ ബൈബിൾ എന്താണ് എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ ബൈബിളിനെ കുറിച്ച് നമ്മൾ കാണാൻ കഴിയുന്നത്, ഒന്ന്, ദൈവിക വെളിപ്പാടുകളുടെ സംഗ്രഹമാണ് വിശുദ്ധ വേദപുസ്തകം. വിശുദ്ധ വേദപുസ്തകം എന്ന തലക്കെട്ട് ആദ്യമായി നിലവിൽ വന്നത് 4-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിലാണ്. പഴയ നിയമം ഓൾഡ് ടെസ്റ്റ്മെൻ്റ് എന്ന പ്രയോഗം 2 കൊരിന്ത്യർ 3:14 അടിസ്ഥാനത്തിലും പുതിയ നിയമം ന്യൂ ടെസ്റ്റ്മെൻ്റ് എന്ന പദം മത്തായി 26-28 വെളിച്ചത്തിലുമാണ് നിലവിൽ വന്നത്. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ ബൈബിൾ എന്ന തലക്കെട്ട് വരുന്നതിന് മുമ്പേ തിരുവെഴുത്ത് എന്ന് പത്രോസും പൗലോസും ഉപയോഗിച്ചിട്ടുണ്ട്. 2 പത്രോസ് 3:16, 2 തിമോഥെയോസ് 3:15. 1-ാം നൂറ്റാണ്ടിലെ മധ്യത്തോടെ വളരെ പ്രസിദ്ധി ആർജിച്ച ഫിലോ എന്ന യഹൂദ തത്വജ്ഞാനിയും യോസിഫസ് എന്ന യഹൂദ ചരിത്രകാരനും പഴയ നിയമത്തെ ദൈവിക ഗ്രന്ഥമായി അംഗീകരിച്ചിരുന്നു. 2. ബൈബിളിനെക്കുറിച്ച് മഹാന്മാരുടെ അഭിപ്രായങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം നമുക്ക്. പ്രൈസ് ദി ലോർഡ്. 1. നെപ്പോളിയൻ. ബൈബിൾ കേവലം ഒരു പുസ്തകമല്ല, അതിനെ എതിർക്കുന്ന സകലത്തെയും ആക്രമിച്ച് കീഴടക്കുവാനുള്ള ശക്തിയോടുകൂടിയുള്ള ഒരു ജൈവ ഘടകമാണ്, ഇരുമായത്തിലുള്ള വാളാണ്, മൂർച്ചയേറിയ വാളാണ് എന്നൊക്കെ ബൈബിളിനെക്കുറിച്ച് നെപ്പോളിയൻ പറഞ്ഞിരിക്കുന്നു. 2. ടി. വാട്സൺ. വിലയേറിയ രത്നങ്ങളുടെ ഖനിയും മുത്തുമാലയും ആത്മാവിൻ്റെ വാളും നിത്യതയിലേക്കുള്ള ക്രിസ്ത്യാനികളുടെ മാർഗദർശിയും അവൻ്റെ പ്രവൃത്തികളെ തൂക്കി നോക്കുന്ന ത്രാസും അത്രേ ബൈബിൾ എന്ന് നെപ്പോളിയൻ ടി. വാട്സൺ പറഞ്ഞിരിക്കുന്നു. 3. ബൈബിൾ എന്ന പദം എവിടെ നിന്നാണ് ഉണ്ടായത്? BC 11-ാം നൂറ്റാണ്ടിൽ ഈജിപ്തിൽ പാപ്പിറസ് എന്ന ഒരു തരം ചെടി ഉപയോഗിച്ചുണ്ടാക്കിയ താളുകളിലാണ് ചരിത്രരേഖ